ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഫോട്ടോയുടെ ബിഹൈൻഡ് ദ സീൻസാണ്. അപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയെന്നും എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ വീഡിയോ ഇരുന്ന് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫോട്ടോ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. ഫോട്ടോയിൽ നല്ല ബ്ലറായിട്ടിരിക്കുന്നൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഷാർപ്പായിട്ടിരിക്കുന്നൊരു ലീഫ് നല്ല ഫോക്കസ് ആയിട്ട് ഷാർപ്പായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒരു കുറച്ച് മിനിയൻസ് വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫോട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ മുറ്റത്ത് തന്നെയുള്ളൊരു ലീഫ് ഞാൻ എടുക്കുന്നുണ്ട്, ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് സ്നാപ്സീഡാണ്. അപ്പോൾ സ്നാപ്സീഡിൽ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാമെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒബ്ജക്റ്റിനെ ഹീൽ ചെയ്ത് കളയാനാണ്. അപ്പോൾ ഹീലിംഗ് ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ ആ ലീഫ് നമ്മൾ ഹീൽ ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യലാണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനായിട്ട് നമ്മൾ ബ്ലർ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ബ്ലർ ചെയ്തെടുക്കുക. ബ്ലർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഡബിൾ എക്സ്പോഷർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഫോട്ടോനെ തന്നെ ഒന്നുകൂടെ നമ്മൾ ഈ ഫോട്ടോൻ്റെ മുകളിൽ ലെയറായിട്ട് കൊണ്ടുവരലാണ്. അപ്പോൾ അത് കൊണ്ടുവന്ന് കറക്റ്റ് നമ്മൾ ആ ഫോട്ടോൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഒപ്പാസിറ്റി, അവിടെ ഒരു വാട്ടറിൻ്റെ ഒരു മാർക്കാണ്, അതിൽ ഒപ്പാസിറ്റി ഫുള്ളായിട്ട് കൂട്ടുക. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വ്യൂ എഡിറ്റ്സ് എടുത്തതിന് ശേഷം നമ്മൾ ഡബിൾ എക്സ്പോഷർ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യലാണ്. അപ്പോൾ ഡബിൾ എക്സ്പോഷറിനായിട്ട് ആ ബ്രഷിൻ്റെ ഒരു മാർക്ക് ഉണ്ടാകും. ബ്രഷ് മാർക്കിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അടിയിൽ ഡബിൾ എക്സ്പോഷർ വാല്യൂ 100 ആക്കി വെച്ചതിന് ശേഷം അവിടെ ഒരു ഇൻവേർട്ട് എന്നുള്ള പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഒരു മാർക്കാണ്. അത് നോക്കിയതിന് ശേഷം ഏറ്റവും സൂം ചെയ്ത് നമ്മുടെ ലീഫ് മാത്രം മായ്ച്ച് കളയുക. ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. കറക്റ്റായിട്ട് പക്ക ടൈം എടുത്ത് സൂം ചെയ്ത് നമ്മുടെ ലീഫ് മാത്രം മായ്ച്ച് കളയണം. നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ മാച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഓണാക്കി വെച്ച ഇൻവേർട്ട് ഓപ്ഷൻ ഓഫാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. നമ്മൾ ആ മാച്ച് വെച്ച പാർട്ട് മാത്രം ബ്ലറാവാതെയും ബാക്കി എല്ലാ പാർട്ടും ബ്ലറായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ ഭാഗവും നമുക്ക് ബ്ലർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാ പാർട്ടും ബ്ലർ ചെയ്തെടുത്തിട്ടുണ്ട്, ഏകദേശം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് സേവ് ചെയ്യാം. നമ്മൾ അടുത്ത പരിപാടി നടക്കാൻ പോകുന്നത് പിക്സാർട്ടിലാണ്. അപ്പോൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ പിക്ചർ അതിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള PNG ഇമേജ്, അതായത് മിനിയൻസിൻ്റെ PNG ഇമേജസ് നമുക്ക് ഈ ഫോട്ടോയിലേക്ക് കൊണ്ടുവരാം. ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സ്മോക്ക് ആഡ് ചെയ്യാം. സ്മോക്ക് വണ്ടിയുടെ പുറകിൽ നിന്ന് സ്മോക്ക് പോകുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മോക്കിൻ്റെ PNG ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് ഈ വണ്ടിയുടെ ബാക്കിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്മോക്കിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറക്കാനായിട്ട് ഐറേസ് ടൂൾ എടുത്തതിന് ശേഷം നമ്മുടെ അവിടെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊന്ന് പതിയെ മാറ്റി കൊടുക്കാം. അപ്പോൾ പിക്സാർട്ടിൽ ചെയ്യേണ്ട ഏകദേശം എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോ ലൈറ്റ് റൂമിലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കളർ ഗ്രേഡ് ചെയ്തെടുക്കാം. അപ്പോൾ ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ബേസിക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് എക്സ്പോഷറും കോൺട്രാസ്റ്റും ഒക്കെ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കളർ ഗ്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കളർ ഗ്രേഡ് ചെയ്യാനായിട്ട് ഞാൻ ഗ്രീൻ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഹ്യൂ മാക്സിമം ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് എൻ്റെ സാച്ചുറേഷൻ ഒന്ന് പയ്യെ കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ കളേഴ്സും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കളർ കറക്ഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. കർവാണ് ഈ ഫോട്ടോയുടെ മെയിൻ എലമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കർവ് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കർവ് ഏത് ഫോട്ടോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താലും ഫോട്ടോനെ വേറെ ലെവലിലേക്ക് എത്തിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും കർവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫോട്ടോ. അപ്പോൾ ഫോട്ടോ രണ്ടും, അതായത് ഫസ്റ്റ് എടുത്ത ഫോട്ടോവും ഇതും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഫോട്ടോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.